തിരക്ക് പിടിച്ച വർത്തമാനകാല ജീവിതത്തിലെ തെറ്റായ ഭക്ഷണശീലങ്ങളുടെയും ജീവിതശൈലി രോഗങ്ങളുടെയും ഈ കാലത്ത് മികച്ച ഒരു ഭക്ഷണ സങ്കല്പത്തോടൊപ്പം ആരോഗ്യകരവും കൂടുതൽ ഊർജ്ജസ്വലവുമായ ഒരു പരിവർത്തനവും കൂടി ആവശ്യമാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അത് പ്രാവർത്തികമാക്കാനുള്ള യാത്രയിലാണ് കണ്ണൂർ മാട്ടൂലിലെ MTP ഹഫ്സ. എൻ്റെ പേര് ഹഫ്സ, ഞാൻ കണ്ണൂരാണ്, മാട്ടൂലാണ് എൻ്റെ ജനിച്ച സ്ഥലം. കൺസെപ്റ്റിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ് ഇതിലേക്ക് എത്തിച്ചത്. നമ്മൾ ഒരുപാട് നമുക്ക് ആരോഗ്യപരമായിട്ട് ഇഷ്യൂസ് ഇല്ലാത്തവർ വളരെ കുറവാണ്. അപ്പൊ നമ്മൾ അതിനെടുക്കുന്ന അപ്രോച്ച് പൊതുവെ നമുക്കൊരു ശാശ്വതമായിട്ടുള്ള ഒരു സസ്റ്റെയിൻ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാവാറില്ല. ആ ഒരു ഇൻഫർമേഷന്റെ ബേസിൽ ഞാനിത് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഒരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ ഞാൻ സ്ട്രൈക്ക് ചെയ്തത്. അതിൽ പറയുന്നത് നമ്മുടെ ബോഡിയിൽ, എല്ലാവരുടെ ബോഡിയിലും ഒരു സ്വയം റിപ്പയർ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. നമ്മളത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അതൊരു സയന്റിഫിക്കൽ പ്രൂവൺ ആയിട്ടുള്ള സ്റ്റഡിയാണ്. ഡോക്ടർ യോഷിനോരി ഒസുമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചീഫ് ബയോളജിസ്റ്റ് ഉണ്ട് ജപ്പാനില്. 2016 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയതാണ്. അപ്പൊ ആ സ്റ്റഡി എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് നമ്മളുള്ള ഒരു മിഥ്യാധാരണ, നമ്മൾ ഓയിൽ കഴിക്കാൻ പാടില്ല, പിന്നെ ഗീ കഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു മിഥ്യാധാരണയെ ശരിക്കും പറഞ്ഞാൽ ഷോക്കായി പോയിട്ടുണ്ട്. ഞാൻ അത്ര കാര്യങ്ങൾ കഴിക്കാത്ത ഒരാളായിരുന്നു. ഹെൽത്ത് കെയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹബ്സ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ അമരക്കാരി. ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധാപൂർവമായ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിന്റെ പ്രാധാന്യത്തെ ഹബ്സ് മുന്നോട്ട് വെക്കുന്നു. പിന്നെ എന്താണ് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഉണ്ടാക്കാനുള്ള കാരണം? അതിന്റെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കപ്പോഴാണ് നമ്മളെ ദിനേന കഴിക്കുന്ന ഫുഡ് ഐറ്റംസ്, നമ്മുടെ ധാന്യങ്ങള്, പയറുവർഗ്ഗങ്ങള്, വെജിറ്റബിൾസ്, കിഴങ്ങ് വർഗ്ഗങ്ങള്, വേണ്ട എല്ലാ ഐറ്റംസിലും നമ്മുടെ ബോഡിയിൽ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്ന, ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാക്കുന്ന കോമ്പൗണ്ട്സ്, അതിന് ഘടകങ്ങൾ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് ഇല്ലാതെ ഫുഡ് കഴിക്കാൻ പറ്റുക? അപ്പോ അങ്ങനെ അതിനു വേണ്ടിയിട്ടൊരു അതിന്റെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് എനിക്കിത് മനസ്സിലാക്കേണ്ട അത്യാവശ്യമായിരുന്നു. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ഒരു ഫുഡിനെ കുറിച്ചുള്ള ഒരു റിസർച്ച് സെന്റർ മൈസൂരിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയതും. അങ്ങനെ മൈസൂരിൽ CFTR എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഞാൻ മകനെയും കൂട്ടി പോയി. അവിടെ ഗ്രെയിൻസിനെ കുറിച്ചിട്ട് ഏറ്റവും കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞിട്ടുള്ള ഐറ്റംസ് ഏതാണെന്ന് അറിയാൻ വേണ്ടി മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് പോയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ധാന്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാത്തിലും കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അപ്പൊ അതില് അങ്ങനെ കുറഞ്ഞിട്ടുള്ള ഒരു ധാന്യങ്ങൾ എന്ന് പറഞ്ഞ് കിട്ടില്ല. അപ്പൊ അറ്റ്ലീസ്റ്റ് കുറച്ച് കുറവുള്ളത് മില്ലറ്റ് മാത്രമാണ്. പക്ഷെ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ഈ മില്ലറ്റിലായാലും അദ്ദേഹം മനസ്സിലാക്കി തന്നെ 60 to 75% അതിലും കാർബുണ്ട്. ഒരു ഷുഗർ പേഷ്യന്റ് ആണോ അത്ര ആൾക്കാർക്ക് ഇതായാലും ഒരു ബാഡ് എഫക്റ്റ് ഉണ്ടാക്കാനാണ് സാധ്യത, ഒരു 3 നേരം വെച്ച് കഴിക്കുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഹബ്സിനെ പിന്നെ എന്ത് കഴിക്കും അതിന്റെ ഒരു ഉത്തരാണ് ഹബ്സിന്റെ എല്ലാ പ്രോഡക്ട്സുകളും. വൈവിധ്യമായ ആഹാര വിഭവങ്ങൾ ഉൾപ്പെടുത്തിയാൽ മാത്രമേ പോഷകങ്ങളെല്ലാം ലഭ്യമാക്കാൻ കഴിയുകയുള്ളൂ. ഭക്ഷണത്തിൽ ഷുഗർ ഡെപ്പോസിറ്റ് കൂടാതിരിക്കാൻ ഏതു ധാന്യങ്ങൾ എടുക്കുമ്പോഴും അത് ആകെ ആഹാരത്തിന്റെ 1/4 അല്ലെങ്കിൽ അതിലും കുറവ് ആയിരിക്കുകയും വേണം. ബാക്കി വരുന്ന 1/4 ഭാഗത്തിൽ ഇതര ഘടകങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണ രീതിയാണ് ഹബ്സ് ശുപാർശ ചെയ്യുന്നത്. ഇത് നോർമൽ റൈസിന് പകരമായിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് 4% മാത്രമാണ് ഇത് ധാന്യം ആഡ് ചെയ്യുന്നുള്ളൂ. അതിന് പകരം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കലി, കോക്കനട്ട് പോലെയുള്ള കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഭാഗങ്ങൾ. ഇതിൽ നമുക്ക് നോർമൽ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കുമ്പോൾ അതിൽ 28% ഷുഗർ ഉണ്ടാവും, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും. ഞാൻ ഹബ്സിന്റെ ഈ ഒരു മീല കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ 12 ഗ്രാം മാത്രമാണ് ഷുഗർ വരുന്നുള്ളൂ. ഒരിക്കലും അതൊരു ഫാറ്റ് ഡെപ്പോസിറ്റ് നമ്മുടെ ബോഡിയിൽ 3 നേരം കഴിച്ചാൽ തന്നെ ഒരു അത്രയും കാര്യമായിട്ട് എഫക്റ്റ് ഉണ്ടാക്കില്ല. നമ്മുടെ ഒരു ചപ്പാത്തിയാണ്, റോട്ടിയാണെങ്കിൽ ഹബ്സിറ്റത് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൽ 8 ഗ്രാം മാത്രമാണ് ഒരു 2 ചപ്പാത്തിയിൽ വരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ഒരു ബ്രോക്കോളിക്ക് വരുന്ന കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് 5ൽ താഴെയാണ്. അപ്പൊ അത്രയും ഒരു വെജിറ്റബിൾ കഴിക്കുന്ന ആ ഒരു കാർബിന്റെ എഫക്റ്റ് മാത്രമാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത്. നമുക്ക് ഒരു ബോഡിയിൽ
ഒരിക്കലും 3 നേരം ഫുഡ് ഇത്തരം ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞാൽ ഫാറ്റ് ഗ്ലൂക്കോസിന്റെ എഫക്റ്റ് ഒരിക്കലും അക്യുമുലേറ്റ് ചെയ്യില്ല. 2023 ഒക്ടോബർ 11-നാണ് ഹബ്സ് ഗ്ലോബൽ എന്ന സ്റ്റാർട്ടപ്പിന് തുടക്കമിടുന്നത്. ന്യൂട്രീഷൻ, വെൽനസ് എന്നീ ആശയങ്ങൾ മുൻനിർത്തി തുടങ്ങിയ ഹബ്സിന് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഭക്ഷ്യോൽപ്പന്ന നിർമ്മാണ മേഖലയിൽ മുൻപന്തിയിലെത്താൻ സാധിച്ചു. ഡെസേർട്ട് ക്രീമാണ് ഇത്. നമ്മൾ പലപ്പോഴും നമ്മൾ കാണാം, ഒരു രോഗിയോ അല്ലെങ്കിൽ ഒരു ഡയറ്റ് ചെയ്യുന്നവരോ ആഫ്റ്റർ മീല് നമുക്കൊരു ഡെസേർട്ട് കഴിക്കാൻ പറ്റാതെ മാറി നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ഫീലിനെ നമ്മൾ റെസ്പെക്ട് ആൻഡ് വാല്യൂ കൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കോക്കനട്ട് ഡെസേർട്ട് ക്രീം എന്ന് പറയുന്നത്. ഇത് നമ്മളൊരു ഫ്രൂട്ട് സലാഡ് അതുപോലെ നട്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മളൊരു ഡെസേർട്ടിന്റെ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഷുഗറോ അഡിക്റ്റീവ്സോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പ്യുവർ കോക്കനട്ട് മിൽക്കും അതുപോലെ കുറച്ച് അതിൽ കൗ മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. ഇതിൽ നമ്മൾ ശരിക്കും ഒരു ആഫ്റ്റർ മീൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ് ഉണ്ടാവുക ഇത്തരം പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ആപ്പിൾ സിഡർ വിനീഗർ ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഹബ്സിന്റെ സ്പെഷ്യൽ ആകുന്നത് ഇതിൽ മദർ കൾച്ചർ കൂടുതലാണ്. അതുപോലെ ഇത് പാസ്ചറൈസ് ചെയ്യുന്നില്ല, ഫിൽറ്റർ ചെയ്യുന്നില്ല. മദർ കൾച്ചർ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ അതിന് ബാക്ടീരിയൽ ബെനിഫിഷ്യൽ കൂടുതലുണ്ടാവും. അപ്പൊ ഗട്ട് ഹെൽത്ത്